മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. തൃശൂർ ഭാഗത്തു നിന്നെത്തിയ KSRTC ബസ്സും എതിർദിശയിൽ നിന്ന് വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം. വാഹനത്തിൽ കുടുങ്ങിയ പിക്കപ്പ് വാനിലെ ഡ്രൈവറെ പുറത്തെടുക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് തുടരുകയാണ്. ഞാൻ എറണാകുളത്തിന് മലപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എടപ്പാൾ മേൽപ്പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായത്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. തല ചെന്ന് ഇവിടെ ഇടിച്ചപ്പോഴാണ്, സീറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴാണ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ലോറിയുടെ ഇപ്പോഴും അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? കൂടുതൽ പേർക്ക് പരിക്കുകളോ മറ്റോ ഉണ്ടോ? ഈ ഡ്രൈവറെ പുറത്തെടുക്കാനായോ? പൂജ ഡ്രൈവറെ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഏകദേശം ഈ അപകടം നടന്ന് 2 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്നുള്ള രക്ഷാദൗത്യത്തിനൊടുവിൽ ഡ്രൈവറെ ഇപ്പോൾ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ എടപ്പാൾ മേൽപ്പാലത്തിൽ വെച്ച ഈ അപകടം ഉണ്ടാകുന്നത്. തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന KSRTC ബസ്സും എതിർ ദിശയിൽ വരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. എതിർ ദിശയിൽ എന്ന് പറയുമ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. ഈ ബസ്സിലധികം യാത്രക്കാരൊന്നും ഉണ്ടായില്ല. 10നും 15നും ഇടയിൽ യാത്രക്കാർ മാത്രമാണ് ഉണ്ടായത്. അവർക്ക് നിസ്സാര പരിക്കുകളോടെ അവരെ ആശുപത്രിയിലേക്ക് അപ്പോൾ തന്നെ മാറ്റുകയുമാണ് ഉണ്ടായത്. ബസ് പൂർണ്ണമായും പിക്കപ്പ് വാനിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു. ഈ ഡ്രൈവർ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയുമായിരുന്നു. അപ്പോൾ ഡ്രൈവറെ പുറത്തെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഈ ക്രെയിൻ ഉപയോഗിച്ച ബസ് കെട്ടി വലിച്ചു നീക്കിയാണ് ഡ്രൈവറെ ഒടുവിൽ ഇപ്പോൾ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയാണ് ഡ്രൈവർ എന്നാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. പൂജ.